+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സെക്കൻഡ് ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റിൽ വരുന്ന നമുക്ക് പഠിക്കാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർമാറ്റിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു ഡാറ്റ കുറച്ച് അട്രാക്റ്റീവായിട്ട് കളർഫുള്ളായിട്ട് ഇറ്റാലിക്സ് ബോൾഡൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമാറ്റിംഗ് ഉപയോഗിക്കുന്നത്. ഫോർമാറ്റിംഗ് 4 തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ നമ്പർ ഫോർമാറ്റിംഗ്, സെക്കൻഡ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്, തേർഡ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ലാസ്റ്റ് ടേബിൾ ഫോർമാറ്റിംഗ്. നമ്പർ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ 10 എന്നൊരു നമ്പർ എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ 10% എന്നോ അല്ലെങ്കിൽ ഒരു റുപ്പി സിമ്പൽ ഇട്ട് 10 എന്നോ കൊടുത്താൽ നമുക്ക് മനസ്സിലാകും അത് 10% അല്ലെങ്കിൽ അത് 10 രൂപയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്പർ കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനാണ് നമ്പർ ഫോർമാറ്റിംഗ് ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ പല കളറിലായിട്ട് നമ്മൾ ഡാറ്റ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നാനും നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഉപയോഗിക്കുന്നത്. തേർഡ് വൺ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതായത് നമ്മളൊരു കണ്ടീഷൻ കൊടുത്തിട്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ 60 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഈ 60 കുട്ടികളിൽ ആർക്കൊക്കെയാണ് 90% കൂടുതൽ മാർക്ക് കിട്ടിയത് എന്നറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ച് 90% കൂടുതൽ മാർക്കുകളുള്ള കുട്ടികളുടെ മാർക്ക് മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഫംഗ്ഷൻ സഹായിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു 2 കോളത്തിലുള്ള സെല്ലുകൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് 34,000-ൽ കൂടുതൽ എമൗണ്ട് ഉള്ള സെല്ലുകളാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും 34,000-ൽ കുറവാണ്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ആ സെല്ലുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് ടേബിൾ ഫോർമാറ്റിംഗ്, അതായത് നമ്മൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ കുറേ ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിന് നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു ടേബിളിൻ്റെ രൂപം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ടേബിൾ ഫോർമാറ്റിംഗ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഓഫ് ഡെറ്റേഴ്സ് ആൻഡ് ദ എമൗണ്ട് ഡ്യൂ ഫ്രം ദം ആർ ഗിവൺ ബിലോ. കുറച്ച് ഡെറ്റേഴ്സിൻ്റെ പേരും അവരുടെ നിന്ന് കിട്ടാനുള്ള പൈസയും ഏത് ഡേറ്റിൽ കിട്ടണമെന്നുമാണ് ഈ തന്നിരിക്കുന്നത്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബിസിനസ്സിൽ നിന്ന് സാധനമോ പണമോ കടമായി വാങ്ങിച്ചുകൊണ്ട് പോയി ബിസിനസ്സിലേക്ക് പണം തരാനുള്ളവരെയാണ് നമ്മൾ ഡെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്ലൈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ടു ഹൈലൈറ്റ് റിസീവബിൾസ് വിത്ത് ഡേറ്റ് ദാറ്റ് ഹാവ് എക്സ്പയർഡ് ഓൺ 31 ജനുവരി 2025. 2025 ജനുവരി 31 മുന്നേ പണം തരാനുള്ള ആളുകളുടെ ഡേറ്റുകൾ ഹൈലൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് വൺ പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് എന്താണ്? ഓൾസോ ഹൈലൈറ്റ് ദ ഡേറ്റ്സ് മോർ ദാൻ ₹34,000. 34,000 എമൗണ്ടിൽ കൂടുതൽ തരാനുള്ള ആളുകളുടെ എമൗണ്ട് ഏതെല്ലാമാണെന്നാണ് ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഈ തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്യണം. ഈ കണ്ടീഷൻ വെച്ച് ചെയ്തതിൻ്റെ ആൻസറാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യുന്നതിന് വരെ ഞാനിപ്പോൾ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് പുതിയൊരു ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ ഈ ഒരു സെല്ലിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നുള്ളത് എടുത്ത് കളയുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ സെല്ലാണ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. ഈ സെല്ലിലാണ് ഡ്യൂ ഡേറ്റ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഡ്യൂ ഡേറ്റ് ഒഴിവാക്കിയിട്ട് ഡേറ്റ് മാത്രം ടൈപ്പ് ചെയ്തിരിക്കുന്നു. ആദ്യമേ പറഞ്ഞിരിക്കുന്ന 31 ജനുവരി 2025 2025 മുന്നേ തരാനുള്ള ആളുകളുടെ ഡേറ്റ് ഏതൊക്കെയാണെന്ന് ഹൈലൈറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ ഡേറ്റ് ഉള്ള കോളം നമ്മൾ സെലക്ട് ചെയ്യുന്നു. മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഫോർമാറ്റിൽ നിന്ന് കണ്ടീഷൻ എടുക്കുക. കണ്ടീഷണലിൽ കണ്ടീഷൻ, മോർ റൂൾസ്, സെൽ വാല്യൂ. 31 ജനുവരിക്ക് മുന്നേ ഉള്ളവരുടേതാണ് ലിസ്റ്റ് വേണ്ടത്. അതുകൊണ്ട് ലെസ് ദാൻ എടുക്കുന്നു.
ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ സെല്ല് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ സെൽ അഡ്രസ്സ് ഇവിടെ വരും. അതായത് 4ാമത്തെ ഷീറ്റിൽ D1 എന്ന സെല്ലിലാണ് ഈ ഡേറ്റ് കിടക്കുന്നതെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്ലൈ സ്റ്റൈല് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. ന്യൂ സ്റ്റൈൽ എടുക്കുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കുക. ഒരു റെഡ് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ റെഡ് കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുക. 31 ജനുവരിക്ക് മുന്നേ തരാനുള്ള ആളുകളുടെ ഡേറ്റാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 28 ജനുവരി, 29 ജനുവരി, 10 ജനുവരി, അടുത്തത് രണ്ടും മാർച്ചിലും ഫെബ്രുവരിയിലുമാണ് ഡേറ്റ് വരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഈ എമൗണ്ടിൽ 34,000-ൽ കൂടുതൽ എമൗണ്ട് തരാനുള്ള ആളുകളുടെ എമൗണ്ട് ഏതെല്ലാമാണെന്ന് ഹൈലൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ എമൗണ്ടിൻ്റെ കോളമുള്ള സെല്ലുകളെല്ലാം സെലക്ട് ചെയ്യുക. ഫോർമാറ്റിൽ നിന്ന് കണ്ടീഷണലിൽ കണ്ടീഷൻ എടുത്ത് കൊടുക്കുക. മോർ റൂൾസ് എടുക്കുക. ഇവിടെ ഗ്രേറ്റർ ദാൻ കൊടുക്കണം. 34,000-ൽ കൂടുതലുള്ളതാണ് വേണ്ടത്. ഇവിടെ 34,000 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്ലൈ സ്റ്റൈല്, ന്യൂ സ്റ്റൈല് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് കളർ എടുത്തിട്ട് റെഡ് കളർ സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് 34,000-ൽ കൂടുതൽ എമൗണ്ട് തരാനുള്ള ആളുകളുടെ എമൗണ്ടുള്ള സെല്ലുകൾ ഹൈലൈറ്റഡ് ആയിട്ട് കാണിക്കും.